എല്ലാ പ്രേക്ഷകർക്കും ടേസ്റ്റ് ഇന്ത്യ മലയാളിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ പ്രേക്ഷകർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും, അതൊന്ന് അമർത്തണം. അന്നേരം ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതുകൂടെ ചെയ്യണം, അതുകൂടെ അമർത്തണം. അന്നേരം ഞങ്ങളുടെ പ്രോഗ്രാമെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഫുഡ് അത് ചില്ലി ഫിഷാണ്. നമുക്ക് അതൊന്ന് കാണാം, അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചില്ലി ഫിഷാണ്. 1 കിലോ നെയ്മീൻ കൊണ്ട് ചില്ലി ഫിഷ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വ്യത്യസ്തമായ ഡിഷാണ്. അപ്പോൾ കുറച്ച് നല്ല ഇഞ്ചി, ഒരു 2-3 കഷ്ണം ഇഞ്ചി എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതോടൊപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ബാക്കി നമ്മളെ മസാലക്കൂട്ടമെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഒരു നല്ല പച്ച ക്യാപ്സിക്കം ഒരെണ്ണം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. നല്ല സവോള ഒരു 6-7 എണ്ണം ഭംഗിയാക്കി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. പച്ചമുളക് ഒരു 10 എണ്ണം, നല്ല പച്ചമുളക് ഒരു 10 എണ്ണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കണം. ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ബാക്കി നമ്മൾ ആ കുട്ടന്മാരെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അവർ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ 1 കിലോ നെയ്മീൻ ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസാക്കണം. ഒരല്പം വിനാഗിരി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ ബ്ലഡിൻ്റെ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ആ കഴുകിയെടുത്ത മീൻ പീസുകൾ നമ്മളിങ്ങോട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഒരു 3 സ്പൂൺ മൈദ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, ബ്ലാക്ക് പെപ്പർ 1 സ്പൂൺ, വൈറ്റ് പെപ്പർ 1 സ്പൂൺ, ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കോൺഫ്ലവർ ഒരു പിടി, ഒരു മുട്ട അങ്ങോട്ട് പൊട്ടി ചേർത്ത് സോയാ സോസ് 1 സ്പൂൺ കൂടെ ചേർത്ത് ഒരല്പം വെള്ളം കൂടെ തളിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴഞ്ഞു വരട്ടെ. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ നെയ്മീൻ പീസുകൾ ചേർത്ത് അതൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടത്. അതൊന്ന് ചേരട്ടെ, നന്നായിട്ട് മാറ്റി വയ്ക്കാം നമുക്കത്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് ഈ സംഭവം ചെയ്യാൻ പോണത്. ആ ചട്ടി വിറക് അടുപ്പിലേക്ക് വെച്ച് 1 കിലോ സൺഫ്ലവർ അങ്ങോട്ട് ഒഴിച്ച് തിളക്കട്ടത്. നല്ല ഫ്ലെയിം അങ്ങോട്ട് കയറട്ടെ. വിറകടുപ്പാകുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ എണ്ണ തിളച്ച് കഴിഞ്ഞ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യണം. എങ്കിൽ അതിൻ്റെ അകത്തെ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വേവട്ടെ എല്ലാ ഭാഗവും. ഇങ്ങനെ കളറാവുമ്പോൾ നമ്മളത് പതുക്കെ ഇങ്ങെടുക്കണം. എണ്ണയിൽ നമുക്കത് പുറത്തേക്ക് എടുക്കാം. എണ്ണയൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ച് അത് റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉരുളി ആ വിറകടുപ്പിലേക്ക് വെച്ച് ഒന്ന് ഫ്ലെയിം കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പീസുകൾ അങ്ങോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം.
അതിനോടൊപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ക്യാപ്സിക്കം, പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. കാശ്മീരി ചില്ലി 2 സ്പൂൺ, ബ്ലാക്ക് പെപ്പർ 2 സ്പൂൺ, വൈറ്റ് പെപ്പർ അതും 2 സ്പൂൺ. വീണ്ടും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. മിക്സ് ആവട്ടെ എല്ലാം കൂടെ ഒന്നുകൂടെ. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇളക്കി നല്ല ഗ്രേവി ആകുമ്പോൾ ചില്ലി സോസ് ഒരു 3 സ്പൂൺ, ടൊമാറ്റോ സോസ് അതും ഒരു 3 സ്പൂൺ, സോയാ സോസ് 2 സ്പൂൺ. നല്ലപോലെ തിളക്കട്ടത്. ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ആ നെയ്മീൻ പീസുകൾ അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഫ്ലെയിം കൊടുത്ത് കോൺഫ്ലവർ അല്പം വെള്ളത്തിലോട്ട് ചേർത്ത് ഒരു കുഴമ്പാക്കി വേണമെങ്കിൽ അതൊന്ന് ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ അടിപൊളി ഡിഷാണ് ചില്ലി ഫിഷ്. ഇതാ തയ്യാറായിരിക്കുകയാണ്. അത് കുറച്ചും കൊണ്ട് എടുക്കാം. ആ പൊളപ്പം സാധനം ചില്ലി ഫിഷ് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് സുന്ദരമാക്കി എടുക്കാം. കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് 4 ക്യാപ്സിക്കം കട്ട് ചെയ്തൊന്ന് റൗണ്ടാക്കി ചെയ്ത് അതിനെ മനോഹരമാക്കി ഒരു ഡിഷാക്കി മാറ്റാം. ഇടിവെട്ട് നെയ്മീൻ ചില്ലി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം മറക്കണ്ട, നമ്മുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഇന്ത്യ മലയാളി.